നമസ്കാരം, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് IR ടെസ്റ്റ് ആണ്. അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ്. വയറിൻ്റെ പ്രതിരോധം എത്ര ഉണ്ടെന്ന് നോക്കുന്ന ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ വയറിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വയറിങ് കഴിഞ്ഞ് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് IR ടെസ്റ്റ്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി, കേട്ടിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി പറയുന്നതാണ്. പിന്നെ ഇത് നമ്മൾ വയറിങ് ശേഷം കംപ്ലീഷൻ KSCBയിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫോമിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇൻസുലേഷൻ വാല്യൂ എത്ര ഉണ്ടെന്ന്, എർത്തിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന്. എർത്തിൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അതിപ്പോൾ ഒരു വീഡിയോക്കത്തോടെ അത് കാണിച്ചു തരാം. ഇൻസുലേഷൻ വാല്യൂവിൻ്റെ ഒരു ഫോമിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളിത് ചെക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് എഴുതി കൊടുക്കേണ്ടത് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത്. മിനിമം 2 ഓമാണ് വേണ്ടത്, 2 മെഗാ ഓമാണ് വേണ്ടത് മിനിമം. അതിൽ കൂടുതൽ എത്ര ആണെങ്കിലും അത്രയും നല്ലതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും, ഫേസ് ന്യൂട്രൽ എടുത്തോട്ടോ ഫേസ് പുറത്തോട്ടോ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എല്ലാം ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഹൗസ് വയറിങ്ങിൻ്റെ IR വാല്യൂ മിനിമം വേണ്ടത് 2 മെഗാ ഓമാണ്. പിന്നെ പുതിയ വയറിങ് ആകുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റി മെഗാ ഓം കാണിക്കും, അല്ലെങ്കിൽ 100 മെഗാ ഓം കാണിക്കും. അങ്ങനെ ഒരുപാട് കൂടുതൽ മെഗാ ഓം കാണിക്കും. ഇപ്പോൾ പഴയ വയറിങ് ആണെങ്കിൽ വാല്യൂ കുറച്ച് കുറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ലോഡെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തിട്ട്, ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫയറൊക്കെ ഇതേപോലെ തൂങ്ങിക്കിടന്നാൽ കുഴപ്പമില്ല. കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം ഓൺ ആക്കിയിട്ടേക്കാം. ഇവിടെ കുറച്ച് LED ലൈറ്റൊക്കെ കണക്ട് ചെയ്തിട്ടേക്കുന്നത് നമ്മൾ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മെയിൻ സർക്യൂട്ടെല്ലാം ഓഫ് ചെയ്യണം. പുറത്തുനിന്നുള്ള മെയിൻ വരുന്ന എല്ലാം ഓഫ് ചെയ്യണം. ഇതിനകത്തുനിന്ന് കാണിച്ചോ, മെയിൻ സർക്യൂട്ടെല്ലാം ഓഫ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഓൺ ആക്കിയിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മെയിൻ വയർ കണക്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. മെയിൻ സർക്യൂട്ടിൽ വയർ കുറവുണ്ടാണ്ടാണ് കൊടുക്കാൻ. അതിപ്പം വയർ കണക്ഷൻ കൊടുക്കും, അതുകൊണ്ടാണ് ഇവിടെ കാലിയായിട്ട് കിടക്കുന്നത്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ടാണ് നോക്കുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫേസ് ന്യൂട്രും തമ്മിലുള്ള ഇൻസുലേഷൻ വാല്യൂ നോക്കണം ആദ്യം. പിന്നെ ന്യൂട്രും എർത്തും നോക്കണം, ഫേസും എർത്തും നോക്കണം. അപ്പോൾ ഓരോന്നിനും വാല്യൂ ഹൈ വാല്യൂ കിട്ടുന്നെങ്കിൽ അത് നല്ല വയറിംഗ് ആണ്. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മീറ്ററിനകത്ത് മീറ്റർ വെച്ച ടെസ്റ്റ് ചെയ്യാം. മീറ്ററിനകത്ത് 0 കാണിക്കും. ഇത് നമ്മൾ പ്രോബ് കണക്ട് ചെയ്തതിന് ശേഷം 360 RPM നല്ല രീതിയിൽ കറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ സൈഡിലാണ് ഇത് മിനിമം 2 മെഗാ ഓം വേണം. 2 കൂടുതലാണെങ്കിൽ ഏറ്റവും നല്ലത്. കൂടുതലെന്ന് പറയാം. ആദ്യം ഫേസും ന്യൂട്രലും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കണം IR വാല്യൂ എത്ര ഉണ്ടെന്ന്. ഓരോ ഫേസും ഇപ്പോൾ 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ന്യൂട്രും എർത്തും തമ്മിൽ നോക്കണം, ഫേസും എർത്തും തമ്മിൽ നോക്കണം. ഇപ്പോൾ ആദ്യം ന്യൂട്രും ഫേസും ഒരു ഫേസുമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കണം. ഇത് 360 RPM കറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വാല്യൂ കറക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 50-100 ഓമിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പുതിയ വയറിങ് ആയതുകൊണ്ടാണ് ഇത്രയും വാല്യൂ കാണിക്കുന്നത്. ഇത് നല്ലത്, അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയാം. ഷോർട്ട് സർക്യൂട്ട് വല്ലതും ഉണ്ടെങ്കിൽ 0 കാണിക്കും. നമ്മൾ ഹൗസ് വയറിങ്ങിന് 2 മെഗാ ഓമിൽ കൂടുതലാണ് വേണ്ടത്. മിനിമം 2 മെഗാ ഓമെങ്കിലും വേണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫേസോ ന്യൂട്രും അടുത്ത ഫേസും തമ്മിൽ നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് നോക്കാം IR വാല്യൂ. ഇതും ഇൻഫിനിറ്റി അടുത്താണ് കാണിക്കുന്നത്. 50-100 ഓമാണ് കാണിക്കുന്നത്, മെഗാ ഓമാണ് കാണിക്കുന്നത്. ഇതും നല്ല വാല്യൂ ആണ്. ഇത് മൂന്നാമത്തെ ഫേസിൽ നോക്കാം. ഇതും 100 മെഗാ ഓം കാണിക്കുന്നുണ്ട്. ഇത് പുതിയ വയറിങ് ആയതുകൊണ്ട് ഇത്രയും കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രും എർത്തും തമ്മിൽ നോക്കാം. അതും ഹൈ വാല്യൂ ആണ് കാണിക്കുന്നത്. വയറുമായിട്ട് വയറോടെ ഷോർട്ടില്ലാത്തതാണ് കാണിക്കുന്നത്. എർത്തും തമ്മിൽ നോക്കാം. അതും ഇൻഫിനിറ്റിക്ക് അടുത്താണ് കാണിക്കുന്നത്. 100 മെഗാ ഓമാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊന്നും ഇല്ലാത്തതാണ്. എന്തെങ്കിലും ഷോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ 0 കാണിക്കും. അത് ഷോർട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഫേസും ന്യൂട്രോട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. വൈ ഫേസാണ് ഷോർട്ട് ചെയ്തത്. അപ്പം വൈ ഫേസിലേക്കുള്ള കണക്ഷൻ എങ്ങനെ നോക്കാം. ന്യൂട്രലിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, വൈ ഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയം നോക്കാം. സ്പീഡ് ഇറങ്ങിയോ? ഇപ്പോൾ 0 വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഉണ്ടായതാണ് കാണിക്കുന്നത്. അപ്പം മനസ്സിലായിക്കോണമെന്ന് വിചാരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ 0 കാണിക്കത്തുള്ളൂ.